ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കപ്പിൽ തന്നെ നമുക്കൊരു 3/4 കപ്പ് ചോറും കൂടി എടുക്കാം. ഇനി പാകത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഉള്ളിയൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തി പ്രസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പൊടിയിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി കിട്ടില്ല. അത് അതിലേക്ക് താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഗോതമ്പൊടി ഉപയോഗിച്ചോ മൈദ ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ പൂരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ അരിപ്പൊടി ഉപയോഗിച്ച് ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ രുചിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.